തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ കെ സുധാകരനെതിരെ KPCC. ആരും സ്വയം പ്രഖ്യാപനം നടത്തി സ്ഥാനാർത്ഥികളാകേണ്ട. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതും പ്രഖ്യാപിക്കുന്നതും ഹൈക്കമാൻഡാണ്. പരസ്യ പ്രസ്താവനകളും അതിനുവേണ്ടിയുള്ള യോഗങ്ങളും ഒരു കാരണവശാലും അനുവദിക്കില്ല. ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ അച്ചടക്ക ലംഘനമായി കാണുമെന്ന് സണ്ണി ജോസഫ് വാർത്താക്കുറിപ്പിൽ പറയുന്നു. സെയ്ഫുണ്ട്. സെയ്ഫ് സെൻലാബ്ദീൻ, കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഇന്നലെ കണ്ണൂർ വെച്ച് മാധ്യമങ്ങളെ കണ്ട കെ സുധാകരൻ കണ്ണൂർ മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന രീതിയിൽ അദ്ദേഹം ചില പ്രചരണങ്ങൾ നടത്തുകയും പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തു. മാധ്യമപ്രവർത്തകർ തുടർച്ചയായി തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു, കെ സുധാകരൻ കണ്ണൂർ മണ്ഡലത്തിൽ മത്സരിക്കുമോ എന്ന്. അതിന് മറുപടി എന്നോണം 110% മത്സരിക്കുമെന്ന പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. ഇതാണ് KPCC നേതൃത്വത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത്. കർശനമായ ഭാഷയിലാണ് KPCC ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. സ്വയം സ്ഥാനാർത്ഥികളായ ആരും രംഗത്ത് വരേണ്ടതില്ല. കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ വേണ്ടി അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങളുണ്ട്. ഹൈക്കമാൻഡാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതും പ്രഖ്യാപിക്കുന്നതുമെല്ലാം ചെയ്യുന്നത്. അല്ലാതെ സ്വയം സ്ഥാനാർത്ഥികളായി ആരും അവരോധിക്കപ്പെടേണ്ടതില്ല എന്ന ഒരു മുന്നറിയിപ്പ് കെ സുധാകരൻ നൽകുകയാണ് പാർട്ടി നേതൃത്വം ചെയ്തിരിക്കുന്നത്. അത് പ്രതികരണം നടത്താൻ വേണ്ടി യോഗങ്ങളിൽ പങ്കെടുക്കേണ്ടതില്ല. അത്തരത്തിലുള്ള സംഭവങ്ങളെ അച്ചടക്ക ലംഘനമായി കണക്കാക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള രീതികൾ ഇനി തുടരാൻ പാടില്ല എന്നൊരു മുന്നറിയിപ്പ് കൂടി KPCC നേതൃത്വം നൽകിയിട്ടുണ്ട്. ഉഭയകക്ഷി ചർച്ചകൾ ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. ഏതൊക്കെ പാർട്ടികൾക്ക് ഏതൊക്കെ സീറ്റ് കൊടുക്കണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല. അത് വരും ദിവസങ്ങളിലേ ഉണ്ടാവുകയുള്ളൂ. അതിനിടയിൽ KPCCയുടെ പ്രധാന നേതാവ് തന്നെ താൻ കണ്ണൂർ മണ്ഡലത്തിൽ മത്സരിക്കും എന്ന് പ്രഖ്യാപിച്ചത് അത് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നു എന്ന് UDF നേതൃത്വം അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം കണക്ക് കൂട്ടുന്നു. അങ്ങനെയാണ് സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളായി ആരും രംഗത്ത് വരേണ്ടതില്ല എന്ന മുന്നറിയിപ്പ് കെ സുധാകരന് KPCC നേതൃത്വം നൽകിയിരിക്കുന്നത്. ജീന, ശരി സേഫ്. ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ അച്ചടക്ക ലംഘനമായി കാണുമെന്നുള്ള മുന്നറിയിപ്പാണ് KPCC നൽകുന്നത്. സേഫ് സെനുലാബ്ദീനാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും.